നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലഹരിക്കും അക്രമത്തിനുമെതിരായി സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയെന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് മന്ത്രി MP രാജേഷ്. അക്രമം ആഘോഷിക്കപ്പെടുന്നതും അക്രമത്തെ പർവ്വതീകരിക്കുന്നതും സമൂഹത്തിന് ഭീഷണിയാണെന്നും മന്ത്രി രാജേഷ്. ലഹരി മാഫിയ ലഹരിയിൽ നിന്ന് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി MP രാജേഷ്. ലഹരിക്കും അക്രമത്തിനുമെതിരായി ഒറ്റക്കെട്ടായി നിൽക്കുകയെന്നതിന് സഹായകരമായ നിലപാടല്ല പ്രതിപക്ഷ നേതാവിന്റേതെന്നും മന്ത്രി. കൊണ്ടായി പാടശേഖരത്തിൽ പന്നിപ്പടക്കം പൊട്ടി പശുക്കിടാവിന്റെ മുഖത്ത് ഗുരുതര പരിക്കേറ്റു. കൊയ്ത്തുകഴിഞ്ഞ പാടത്ത് മേയാൻ വിട്ട പശുക്കിടാവ് പന്നിപ്പടക്കത്തിൽ കടിക്കുകയായിരുന്നു. സൗത്ത് കൊണ്ടായി കിളിനിക്കടവ് സ്വദേശി തോടുകാട്ടിൽ സേതുമാധവന്റെ പശു കിടാവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. സേലം സ്വദേശിനികളായ കോളഞ്ചി, കുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് റംസാൻ വ്രതത്തിന് തുടക്കമായി. ഇനിയുള്ള 1 മാസം വ്രതശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും നാളുകൾ. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ പുനർനിർമ്മാണത്തിൽ വലിയ പിഴവുകളുണ്ടെന്നും അശാസ്ത്രീയമായിട്ടാണ് നിർമ്മാണമെന്നും തീരദേശ സംരക്ഷണ സമിതി. 5 കോടി ചിലവാക്കി നടത്തുന്ന പുനർനിർമ്മാണങ്ങൾക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ലെന്ന് തീരദേശ സംരക്ഷണ സമിതി. കാപ്പ പ്രകാരം നാടുകടത്തിയ പ്രതി ഉൾപ്പെടെ 2 പേരെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും 50 ഗ്രാം MDMA-യുമായി ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടി. എടക്കഴിയൂർ സ്വദേശി പുളിക്കൽ വീട്ടിൽ നെജിൽ, അഞ്ചങ്ങാടി സ്വദേശി പൊന്നക്കരൻ വീട്ടിൽ ഫാസിൽ എന്നിവരാണ് പിടിയിലായത്. ചന്ദ്രാപ്പിനി ചാമക്കാലയിൽ വീടിന് തീപിടിച്ചു. ചാമക്കാല ബീച്ച് പാലസിന് സമീപം മലിനെലി വീട്ടിൽ ശ്യാംകുമാറിന്റെ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വീടിനാണ് തീപിടിച്ചത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ തൃശിവപ്പേരൂർ വൃത്താന്തം എന്ന പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരി രാജലക്ഷ്മി മാനഴി അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറി. ഈ മാസം 12, 13 തീയതികളിലാണ് ചിനക്കത്തൂർ പൂരം. ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിലെ പുരാതന പാരമ്പര്യ ചുമർചിത്രങ്ങൾ നവീകരിച്ച് സമർപ്പിച്ചു. ചതുരക്ഷരി ഗോപാല ചിത്രത്തിന്റെ നേത്രോന്മീലനം ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയനും ചേർന്ന് നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ കുമാരനാശാന്റെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു. സർവജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, സൂസൻ ജോർജ്, ബിനുജി തമ്പി, ഡോക്ടർ M ദിവ്യ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കൊടകര ആറേശ്വരം കനാലിന് കുറുകെ കനകമലയിൽ നിർമ്മിച്ച പാലം നാടിന് സമർപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ മുണ്ടൂർ റോഡിൽ കുന്നത്തുപീടിക പോട്ടൂരിൽ ശക്തമായ കാറ്റിൽ മരം വീണ് 2 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. അപകടത്തെ തുടർന്ന് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. തീർത്ഥം പബ്ലിക്കേഷൻസിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത കേരള വാര്യർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ V മുരളി ഉദ്ഘാടനം ചെയ്തു. ഉത്രാലിക്കാവ് പൂരം ദിനത്തിൽ നടന്ന സംഘർഷത്തിൽ അരിമ്പൂർ ജോസിന്റെ മകൻ സേവ്യർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കൊല്ലപ്പെട്ട സേവ്യറും പ്രതി വിഷ്ണുവും ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണെന്നും ഇരുവരും തമ്മിൽ മുൻപും പലതവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കൗൺസിലർ K അജിത് കുമാർ പറഞ്ഞു. മറ്റത്തൂർ കുഞ്ഞാലിപ്പാറ കുടിവെള്ള പദ്ധതി വിപുലീകരിച്ച് കുഞ്ഞാലിപ്പാറ ഭാഗത്തേക്ക് പൈപ്പ് ലൈൻ ദീർഘിപ്പിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ നവീകരിച്ച ചെമ്പുചിറ കുളം നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻറ്റോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ
CDS വാർഷികവും കുടുംബശ്രീ ബാങ്ക് ഉദ്ഘാടനവും AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ അധ്യക്ഷനായി. ശ്രീനാരായണപുരം പഞ്ചായത്ത് നടപ്പിലാക്കിയ മൊബൈൽ ക്രിമിറ്റോറിയം പദ്ധതി നാടിന് സമർപ്പിച്ചു. മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം E.T. ടൈസൺ MLA നിർവഹിച്ചു. തിരുവില്ലാമല പാറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തിന്റെ കിഴക്കുമുറി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൽ ചമ്പക്കര പ്രകാശനം നിർവഹിച്ചു. മെയ് 11-നാണ് ഉത്സവം. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേല മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയിൽ ശ്രീവേലി എഴുന്നള്ളിപ്പ് നടക്കും. മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരെ ഓട്ടോ ടാക്സി മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തെ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കോടതി സമുച്ചയം കൊടുങ്ങല്ലൂർ നഗരത്തിൽ തന്നെ നിലനിർത്തണമെന്ന ആവശ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. BJP അധ്യാപക സെൽ സംസ്ഥാന കൺവീനർ പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി. പുതുക്കാട് അശോക റോഡിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. സ്നേക്ക് റെസ്ക്യൂ അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ഉൾവനത്തിൽ വിട്ടയച്ചു. കൊടുങ്ങല്ലൂരിലെ തുണിക്കടയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. എടവിലങ്ങ് കണിച്ചുകുന്നത്ത് വീട്ടിൽ ജോബാണ് അറസ്റ്റിലായത്. SSLC +2 പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. 1ാം ഭാഷ പാർട്ട് 1 ആണ് SSLC ആദ്യ പരീക്ഷ. 4,26,990 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക. തേനീച്ച കുത്തേറ്റ് 4 പേർക്ക് പരിക്കേറ്റു. കണ്ണാറ സ്വദേശികളായ തങ്കച്ചൻ, ജോമോൻ ഐസക്, ബെന്നി വർഗീസ്, റനീഷ് രാജൻ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. പരിക്കേറ്റ 4 പേരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യേശുവിന്റെ മരുഭൂമിയിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ സ്മരിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് അർദ്ധരാത്രി മുതൽ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കും. തിങ്കളാഴ്ച വിഭൂതി തിരുനാൾ ആചരിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസും നാഷണൽ ഹെൽത്ത് മിഷനും അശ്വിനി ആശുപത്രിയും സംയുക്തമായി അശ്വിനി ആശുപത്രിയിൽ ഏകദിന മെഗാ ക്യാൻസർ പരിശോധന ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപം കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 4 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശാ വർക്കർമാർക്ക് പിന്തുണയേകി BJP പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. BJP നേതാവ് KR അനീഷ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലൂരിൽ വ്യാപാരി മിത്ര മരണാനന്തര ധനസഹായ വിതരണം നടത്തി. മരണപ്പെട്ട മണലൂരിലെ വ്യാപാരി പള്ളിക്കുന്നത്ത് ഫ്രാൻസിസിന്റെ ഭാര്യ കൊച്ചു തെരേസ്യ മരണാനന്തര ധനസഹായമായ 5 ലക്ഷം രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി. തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെയും വിഷ്ണു ക്ഷേത്രത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നമസ്കാര മണ്ഡപത്തിലേക്ക് വേണ്ട ദാരുശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ശില്പി എളവള്ളി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയുവാൻ പട്ടാണിക്കാട് മുതൽ ചേപ്പിലക്കോട് വരെയുള്ള ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടിക്ക് തുടക്കമായി. MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ തണ്ണിമത്തൻ കൃഷി വിളവെടുത്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.